പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇത് കൊല്ലംകോടാണ് കേട്ടോ. എല്ലാവരും കൊല്ലംകോട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്രാമഭംഗികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോരി. അടിപൊളി സ്ഥലം. കൊല്ലംകോട് വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആൾക്കാർ യൂട്യൂബിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലംകോട് ചരിത്രവും ഇതിനെപ്പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി തന്നെ ഞാൻ കൊല്ലംകോടിൻ്റെ ചെയ്യുന്നുണ്ട്. അത് കഴിയുന്നവരും ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും കാണാൻ പറ്റുന്നുള്ള ഓരോന്ന് കാണിട്ടോ. അധികം ആൾക്കാരും കൊല്ലംകോടിന്റെ പ്രകൃതി ഭംഗി മാത്രം കണ്ടിട്ടുള്ളൂ, അതിന്റെ ചരിത്രവും കാര്യങ്ങളൊന്നും കണ്ടില്ല. പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്ടുള്ള നെല്ലിയാമ്പതി മലനിരകളുടെ തൊട്ടു താഴെ പ്രകൃതി രമണീയവും ശാന്തവുമായ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തേടിയുള്ള യാത്രയിൽ ചെങ്ങഞ്ചിറ കറുപ്പസ്വാമി കോവിൽ അതിൻ്റെ പഴക്കം 2000ഓളം വർഷം പിറകിലേക്ക് പോകുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശം മുഴുവൻ ഇത്തരത്തിലുള്ള വലിയ പേരാലുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പ്രാചീന ദ്രാവീഡിയൻ ആരാധനാ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് അവിടെ. അതായത് പണ്ട് കാലത്ത് ബ്രാഹ്മണിക്കൽ ക്ഷേത്രങ്ങളും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് തുറസായിട്ടുള്ള ആരാധനാലയങ്ങൾ പ്രതിഷ്ഠകളും മറ്റൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആരാധന നടത്തുന്ന ഭക്തർ തന്നെ വന്ന് ആരാധന നടത്തുന്ന പ്രതീകമാണ് അതിൻ്റെ പ്രത്യേകത. അത് ഇന്ന് നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു കാലത്ത് ഇവിടെ പണ്ട് താമസിച്ചിട്ടുള്ള പൂർവികന്മാർ അവരുടെ കുലദേവതയായിട്ട് ചെങ്ങഞ്ചിറയെ ആരാധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴും അവർ വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് അവർ തന്നെ വന്ന് ഇവിടുത്തെ കറുപ്പസ്വാമിക്ക് മറ്റേ ബലിദാനങ്ങളും മറ്റൊക്കെ നൽകി പാചകം ചെയ്ത് പ്രാർത്ഥിച്ച് പോകുന്ന സമ്പ്രദായമാണ് പിന്തുടർന്നു വരുന്നത്. ഇത് ശരിക്കും വളരെ പ്രാധാന്യമുള്ള, കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ചെങ്ങഞ്ചിറയെ ഇന്ന് കാണുന്നത്. ഇതിനകത്ത് ഭക്തര് അവരുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് പണ്ട് കാലത്ത് കന്നുകാലികളുടെയും അതേപോലെ തന്നെ മറ്റ് കൃഷിയുടെയും മറ്റൊക്കെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവർ അവിടെ വന്ന വർഷത്തിലൊരിക്കൽ വന്ന് പ്രാർത്ഥിച്ചു പോവുകയും അവിടെ ആരാധന നടത്തി പോവുകയും ബലിദാനം നൽകി പാചകം ചെയ്ത് അവർ തന്നെ നിവേദ്യം. അവിടെ ഭക്തര് ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്കും വീടുകളില്ലാത്തവർക്കും മറ്റുമൊക്കെ അവരുടെ ആഗ്രഹ സാഫല്യങ്ങൾ ഇവിടെ വന്നവർ പ്രാർത്ഥിച്ചു പോകും. പ്രാർത്ഥിച്ചു പോയതിനു ശേഷം എന്താണോ അവർ ഭക്തർ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള ആഗ്രഹ സാഫല്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർ വീടുകളും അതേപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാവകൾ നിർമ്മിച്ചുകൊണ്ടും മറ്റുമൊക്കെ ഒരു ഓഫറിംഗ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ അത് ഭക്തര് നൽകുന്ന ഒരു ഇതാണ്, ആരാധനാ സമ്പ്രദായമാണ്. പലർക്കും മറ്റൊക്കെ ഇവിടെ വന്ന് ആത്മാർത്ഥമായിട്ട് ഈ കറുപ്പസ്വാമി ഇതിനെ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ, ദേവനെ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദേശിച്ച സാഫല്യം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ ഇത് പണ്ട് മുതലേ നിലനിൽക്കുന്ന വിശ്വാസം ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ പേരാലുകളിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ധാരാളം ഈ വീടുകളുടെയും കുട്ടികളുടെയും മറ്റുമൊക്കെ ശില്പങ്ങളും അത് മറ്റുമൊക്കെ അവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ അവിടെ ഒരുപാട് ആൽമരങ്ങളൊക്കെ കണ്ട്, അത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ടെമ്പിൾസ് 2000 വർഷം, പക്ഷെ ആൽമരത്തിന് 2000ന്റെ പരം വർഷങ്ങൾ വരും. കാരണം ഇതൊക്കെ ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വൃക്ഷച്ചുവടുകളിൽ ആൽമരത്തിന്റെയും മറ്റുമൊക്കെ ബുദ്ധന് തന്നെ ബോധോദ്യം ഉണ്ടായത് ആൽമരത്തിന്റെ ചുവട്ടിൽ മറ്റൊക്കെയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൽമരത്തിന്റെയും കാഞ്ഞിരമരത്തിന്റെയും കീഴിലൊക്കെയാണ് പണ്ടത്തെ ഈ പറയുന്ന ഇത് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ പ്രതീകം അവിടെയാണ്. അവിടെ ഒരു 1 കിലോമീറ്റർ പരിധിക്കകത്ത് ഈ ആൽമരങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ 1970-72 കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ആ സമയത്ത് പലതും മറ്റൊക്കെ മുറിച്ച് ഈ ദേവൻ പ്രതിഷ്ഠ നിൽക്കുന്ന ഭാഗത്ത് മാത്രം ആ ആൽമരങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വളരെ കൂടുതലാണ്. വളരെ പണ്ട് മുതലേയുള്ള ആരാധന. ഇതിനകത്ത് കൊല്ലംകോടിൽ വരുന്നവർക്ക് സുന്ദരഗ്രാമം എന്നുള്ള രീതിയിൽ ആ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള മലനിരകളുള്ള ആ മലനിരകളുടെ പ്രാധാന്യം വളരെതാണ്. വെള്ളച്ചാട്ടങ്ങളുള്ള മലനിരകളാണ്. സീതാർകുണ്ട, പലകപ്പള്ളി തുടങ്ങിയിട്ടുള്ള ജലധാരകൾ ജൂൺ മാസം മുതൽ ഫെബ്രുവരി വരെ തുടരുന്ന എല്ലാ സമയത്തും ഉണ്ടാവുന്നത് തന്നെയാണ്. പക്ഷെ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ തെന്മല തന്നെയാണ്. അതിന് ഐതിഹ്യ ഇതുമുണ്ട്. അത് മാത്രമല്ല, തെന്മലയുടെ മുകളിലാണ് നെല്ലിയാമ്പതി നിൽക്കുന്നത്. ആ നെല്ലിയാമ്പതിയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും പാലക്കാട് ക്യാപ്പിൻ്റെയും കൊല്ലംകോടിൻ്റെയും മറ്റൊക്കെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി കാണാനായിട്ട് കഴിയും. പിന്നെ ഈ ചെങ്ങഞ്ചിറ പെരാല് വളരെ പ്രശസ്തിയാണ്. തൊട്ടപ്പുറത്ത് തന്നെ വെള്ളരിമേട് എന്നുള്ളൊരു സ്ഥലമുണ്ട്. ആ വെള്ളരിമേട്ടിൽ കാണാൻ കഴിയുന്നത്
പ്രധാനമായിട്ടും അതും ഈ പറയുന്ന പുഴയും മറ്റൊക്കെ ഒഴുകി വരുന്ന പ്രദേശങ്ങളാണ്. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളുടെ നിരവധി ഈ മലഞ്ചെരുവിനോട് ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് അതിൽ വലിയ ടൂറിസ്റ്റ് പ്രാധാന്യം ഉള്ളതല്ലെങ്കിലും പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായതുകൊണ്ട് അത് അനുഭവിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇന്ന് കാർഷിക കേരളത്തിനകത്ത് പാലക്കാടിൻ്റെ പ്രതാപം ഇപ്പോഴും പാലക്കാടിൻ്റെ നെല്ലറിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ നെല്ലറിയുടെ പച്ചപ്പുകളും അതേപോലെ തന്നെ വിളവെടുക്കുന്ന സമയത്തുള്ള സ്വർണ്ണമായിട്ടുള്ള നിറങ്ങളുള്ള ഈ പാടശേഖരങ്ങളുടെ മനോഹാരിത നമ്മൾ എങ്ങനെയാണോ മൂന്നാറിലും കൊടൈക്കനാലിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഊട്ടിയിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ടീ പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും കാണുന്നത്, അതേപോലെയാണ് പാലക്കാടിൻ്റെ ഈ കാർഷിക നെൽവയലുകളുടെ പ്രാധാന്യം മറ്റൊക്കെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ചുറ്റുപാടും ഈ നിരവധി ചെറിയ കുന്നം പ്രദേശങ്ങളും മലനിരകളും മറ്റൊക്കെ ഉണ്ട്. അവിടേക്ക് വിവിധ പ്രതിഷ്ഠകളും മറ്റൊക്കെ ഉണ്ട്. ഇതൊരു പ്രാചീന പൈതൃക കേന്ദ്രങ്ങൾ കൂടിയിട്ട് ഉള്ള പ്രദേശങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് പെട്ടെന്ന് ഓടി വന്ന് കണ്ട് ഏതെങ്കിലും ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള രംഗം കണ്ട് ആസ്വദിച്ച് പോകുന്ന രീതിയേക്കാൾ ഉപരിയായിട്ട് ഇവിടെ വന്ന് ഈ പറയുന്ന പ്രദേശങ്ങളിലൂടെ നടന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് ശുദ്ധവായുവൊക്കെ ഒന്ന് ശ്വസിച്ച്, അതേപോലെ തന്നെ ഒരു ട്രക്കിങ്ങിലൂടെയും നടത്തത്തിലൂടെയും, ട്രക്കിങ്ങിലൂടെ മലനിരകളിലേക്ക് മുകളിലേക്ക് പോകാനും അപ്പുറത്ത് നെല്ലിയമ്പതി റൂട്ടിലേക്കുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇതെല്ലാം ഒരു അനുഭവവേദ്യമായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.